എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ട്രാക്ക് ആൻഡ് ട്രിക്സ് മലയാളം. ഇത് നമ്മൾ നാളത്തെ സപ്ലിമെൻ്ററി എക്സാമായ മാത്സ് S1 മാത്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്? അപ്പോൾ ഫസ്റ്റ് തന്നെ പഠിക്കേണ്ടത് റാങ്ക് ഓഫ് എ മെട്രിക്സ് ആണ്. അതിനൊരു 3 മാർക്ക് മുതൽ അങ്ങോട്ട് കിട്ടും. റാങ്ക് ഓഫ് എ മെട്രിക്സ് 3 മാർക്കിനാണ് സാധാരണ ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇപ്പോൾ റാങ്ക് ഓഫ് എ മെട്രിക്സ്, ഫൈൻഡ് ദ റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അത് പഴയ മോഡൽ ക്വസ്റ്റ്യൻസിലും എക്സാമിൻ്റെ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസിലെല്ലാം നോക്കി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. അതുകൊണ്ട് അത് അറ്റൻഡ് ചെയ്യുക, അത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഫൈൻഡ് ദ ഈഗൺ വാല്യൂസ് ആൻഡ് ഈഗൺ വെക്ടേഴ്സ് ഓഫ് എ മെട്രിക്സ്, അത് 3 മാർക്ക് മുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് നന്നായിട്ട് പഠിക്കുക. അത് കുറച്ച് സ്റ്റെപ്സ് കൂടുതലാണ്, അതുകൊണ്ട് അതും പഠിക്കുക. അത് കഴിഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, ഏതൊക്കെയാണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഷോ ദാറ്റ് y1 ഈക്വൽ ടു e⁻²x, y2 ഈക്വൽ e⁻3x എന്ന് പറഞ്ഞിട്ട് ഇതേപോലെയാണ് ക്വസ്റ്റ്യൻസ് വരാറ്. ചെക്ക് വെദർ ദ ഫോളോയിങ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഓർ നോട്ട് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരും. അതും പഠിക്കുക. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് സോൾവ്. ഇതും 3 മാർക്കിന് വരുന്ന ചോദ്യമാണ്. സോൾവ് എന്ന് പറഞ്ഞിട്ട് y' പ്ലസ് 2y' 2y' പ്ലസ് y ഈക്വൽ ടു 0, അല്ലെങ്കിൽ y" പ്ലസ് 3y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ വരും. അത് 3 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യനാണ്. അത് കഴിഞ്ഞിട്ട് ഫൈൻഡ് L ഈക്വൽ ടു sin 3t cos 2t എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ 3 മാർക്കിന്, അതും 3 മാർക്കിന് തന്നെ വരുന്ന ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് അതും നല്ലോണം പഠിക്കാൻ ശ്രദ്ധിക്കുക. അതുകഴിഞ്ഞിട്ട് ഫൈൻഡ് L ഇൻവേഴ്സ്, ഇത് Lനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ കണ്ട് അതേപോലെ L ഇൻവേഴ്സിനുള്ള ക്വസ്റ്റ്യനും വരും. അതും 3 മാർക്കിനാണ്. ഇതൊക്കെയാണ് അത് മുമ്പുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് സീരീസിലൊക്കെ വന്ന ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. അതൊന്ന് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് യൂളേഴ്സ് ഫോർമുല, അത് പഠിക്കണം. ചില ഫോർമുലാസ് വെറുതെ എഴുതിയാൽ തന്നെ 1 മുതൽ 2 മാർക്ക് വരെ കിട്ടും. യൂളേഴ്സ് ഫോർമുല f(x) വിത്ത് ടൈം ഇൻ്റർവൽ എന്നെല്ലാം പറഞ്ഞിട്ടാണ് ആ ചോദ്യം വരാറ്. അതിന് 3 മാർക്കാണ്. മാക്ലറിൻ സീരീസിലെ ക്വസ്റ്റ്യൻസ് പഠിക്കുക, അതിന് 3 മാർക്കാണ്. പിന്നെ ഡയഗണലൈസ് എ മെട്രിക്സിന് 5 മുതൽ 9 മാർക്ക് വരെ കിട്ടും. പിന്നെ ഈ എക്സ്പാൻഡ് f(x) e⁻x പോലത്തെ ക്വസ്റ്റ്യൻസും നോക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഡയഗണലൈസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത് അതിന് 5 മുതൽ 9 മാർക്ക് വരെ കിട്ടും. അടുത്ത മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്, അതും 5 മുതൽ 9 മാർക്ക് വരെ കിട്ടും. അതും പഠിക്കുക. ലാപ്ലാസ് ട്രാൻസ്ഫോം പഠിക്കുക, അതിന് 5 മാർക്കാണ്. പിന്നെ കോൺവല്യൂഷൻ തിയറം, അതിനും 5 ആണ്. ഫോറിയർ സീരീസ് 5, ടൈലർ സീരീസ്, മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻറ്റ്, ഹാഫ് റേഞ്ച് ഫോറിയർ കോസൈൻ സീരീസ്, ഹാഫ് റേഞ്ച് ഫോറിയർ സൈൻ സീരീസ്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് വരാൻ ചാൻസ്. അതുകൊണ്ട് കൊസൈൻ സീരീസും സൈൻ സീരീസ് രണ്ടും പഠിച്ചോളൂ. ഇതിനൊക്കെ ഈ ഹാഫ് റേഞ്ച് കണ്ടുപിടിക്കേണ്ടത് കൊസൈൻ സീരീസ് അല്ലെങ്കിൽ സൈൻ സീരീസിനൊക്കെ അത് വരുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ 5 മുതൽ 9 മാർക്ക് വരെ കിട്ടും. ഈ ഫോറിയർ കോൺവല്യൂഷൻ ലാപ്ലാസിനൊക്കെ 5 മാർക്ക് കിട്ടും. പിന്നെ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻറ്റ് 4 മുതൽ 5 മാർക്ക് വരെ കിട്ടും. നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇക്വേഷൻസൊക്കെ ചില സമയം വെറുതെ എഴുതി കഴിഞ്ഞാൽ 2 മുതൽ 3 മാർക്ക് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇക്വേഷൻസ് എവിടെയൊക്കെ ഇക്വേഷൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ എഴുതി വെക്കുക. ഓക്കെ, പിന്നെ വലിയ സ്റ്റെപ്സൊക്കെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാക്സിമം പറ്റുന്ന അത്രയും സ്റ്റെപ്സ് ചെയ്യുക. ഈവൻ ദോ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടെങ്കിലും പ്രശ്നമില്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും സ്റ്റെപ്സ് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്.